ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഇടിക്കട്ട് വെടിക്കട്ട് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം ഞണ്ട് റോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഞണ്ട് കൂട്ടന്മാരെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചപ്പോണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. പക്ഷേ ഇപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടില്ല, ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഞണ്ട് പൊട്ടിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ എല്ലാം സെറ്റാക്കി തന്നെ ആദ്യമേ വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി എന്നിവ ഇതിലേക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഞണ്ട് പൊട്ടിച്ചെടുക്കാം. ഞണ്ട് പൊട്ടിച്ചെടുത്തതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, അല്പം ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതുകൂടി കുറച്ച് തേച്ച് എല്ലാം കൂടി മിക്സാക്കി നല്ല സെറ്റാക്കി കൊണ്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു കടായി എടുക്കുക. കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഉപയോഗിച്ചോളൂ, പക്ഷേ വെളിച്ചെണ്ണയാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഞണ്ട് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. കുറച്ച് കറിവേപ്പില കൂടി തൂവി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണേ. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റി വെക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യമായ കടുകും അല്പം പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി 2 വറ്റൽമുളക്. നമ്മളെ വറ്റൽമുളക് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. വറ്റൽമുളക് ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിയൊക്കെ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുറച്ച് സവാള മാത്രമേ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തപ്പോൾ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉള്ളത്, അത് ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പൂടിട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. ഇനി അതിനുശേഷം നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്തിട്ട് പിന്നെ നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും. ഇനി ഒന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്. മുളക് പൊടിയും അത്രയും തന്നെ ഉണ്ട് കേട്ടോ. മുളക് പൊടി നമ്മുടെ എരിവ് കുറവാണ്, അതുകൊണ്ടാണ് അത്രയൊക്കെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞണ്ട് ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ ഞണ്ട് പൊട്ടിച്ച് വെക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വരുമല്ലോ, ആ വെള്ളമൊക്കെ എടുത്തിട്ട് ഇത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിക്കുന്ന കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ജ്യൂസൊക്കെ ഇറങ്ങി കിട്ടുമല്ലോ. നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് ചെയ്തത്. അതിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അല്പം ചൂടുവെള്ളം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് അല്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇനി അതിൽ ആ ആവിയിലിരുന്ന് ഒന്ന് റെഡിയായി കിട്ടട്ടെ. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് മൂടി ഒന്ന് സെറ്റാക്കി എടുക്കാമേ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു മണം കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പല രീതിയിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ രീതിയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഞണ്ട് റോസ്റ്റ് റെഡിയായി കിട്ടിയത് കേട്ടോ. നല്ല ഒരു പ്രത്യേക മണവും ഒരു രുചിയുമാണ്. ഈ ഞണ്ടിലേക്ക് നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് പിടിക്കും. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ മണം നല്ലതായിട്ട് എടുത്തറിയാം.
കുരുമുളകൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വെളിച്ചെണ്ണ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. കുറച്ച് നേരം കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ലതായിട്ട് എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലൊരു മണവും അടിപൊളി രുചിയാണ്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഞണ്ട് റോസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ കുരുമുളക് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുരുമുളകൊക്കെ നമ്മൾ പിന്നീട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിലേക്ക് വേഗത്തിൽ അത് പിടിക്കുന്നത്. ഒന്നിച്ചങ്ങിട്ട് കൊടുക്കാൻ പാടില്ല. കുരുമുളക് പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്താൽ. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. നമ്മുടെ തുടരെയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.